ഹായ്, ഞാൻ ബിന്ദു. എൻ്റെ യൂട്യൂബ് ചാനൽ ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഒരു മുളക് നിൽക്കുന്നുണ്ടോ? കണ്ടോ? ദേ നല്ലോണം പൂവിട്ട് നിറച്ച് കായ്ച്ച് നിൽക്കുവാണേ. ഇതിനിപ്പം ഞാൻ എന്നതാ ചെയ്ത് കൊടുത്തതെന്ന് അറിയണമെന്ന് തോന്നുന്നില്ലേ? ഇതുപോലെ വളർന്ന് നിറച്ച് കായ്ക്കാനായിട്ട് എന്താണ് ഞാൻ ചെയ്തു കൊടുത്തതെന്ന് പറഞ്ഞു തരാവേ. ഇതുപോലെ പാകി കിളിപ്പിച്ച് നിർത്തിയിരുന്ന ഒരു മുളകിൻ്റെ ചെടിയായിരുന്നത്. ഞാൻ ഈ ഗ്രോ ബാഗിനകത്തോട്ടാണ് നമ്മളതിനെ മാറ്റി നടാൻ പോകുന്നത്. അപ്പോൾ നമ്മളിതിനകത്തെ മണ്ണിനെയൊക്കെ ഒന്ന് നല്ലോണം കൊത്തി ഇളക്കിയിട്ട്, നല്ല ഇളക്കമുള്ള മണ്ണിനകത്താണ് ഏത് ചെടിയുടെ ആണെങ്കിലും വേരിന് നല്ലോണം വളരാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെടിക്ക് വളർച്ചയും കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഇതിനകത്തെ തൈയാണ് നമുക്ക് നടേണ്ടത്. അപ്പോൾ ഇതുപോലൊരു ചെറിയ ഒരു ഹോളുണ്ടാക്കിയെടുക്കണം ഇതിനകത്തെ. പിന്നെ വേരുപടലത്തിനൊക്കെ പെട്ടെന്ന് വ്യാപിക്കാനായിട്ടാണ് നമ്മൾ അങ്ങനെ മൊത്തം ഇളക്കിയിട്ടെടുക്കുന്നത്. ഇതുപോലെ നമ്മൾ മണ്ണ് ഇളക്കിയതിന് ശേഷം അതിനകത്തോട്ട് ഒരു സ്പൂണ് വാം ചേർത്ത് മണ്ണിൽ നിന്ന് ഇളക്കി ചേർക്കും. കണ്ടോ? ഇനി നമുക്ക് ഇതിനകത്തുനിന്നൊരു മുളകിൻ്റെ തൈ വേരൊന്നും പൊട്ടാതെ പൊക്കിയെടുക്കണേ. അപ്പം ഈ രണ്ടെണ്ണം ഇങ്ങനെ നിൽക്കുകയാണ്. ചൂട് കാലമാണ്. നമുക്ക് തൈകൾ മാറ്റി നടുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. നമ്മൾ നട്ടുപിടിപ്പിച്ചാലും ചിലപ്പോൾ ചൂട് പിടിക്കാതെ പോകാനൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന് പോയാൽ നമുക്കൊന്നും കൂടെ വേണം. അതിന് ഞാൻ ആ രണ്ടെണ്ണം കൂടി നിന്നതിനെ എടുത്തില്ല. പകരം ഒരു ചെറിയ തൈയാണ് ഞാൻ ഇങ്ങോട്ട് ഇളക്കി മാറ്റി നടുന്നത്. ഇനി ഇങ്ങനെ നട്ട് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഇത് സ്യൂഡോമോണാസ് ആണേ. സ്യൂഡോമോണാസ് കലക്കിയ വെള്ളം ഇലയിലും തണ്ടിലും ചുവട്ടിലും ഒക്കെ വീഴത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കും. കണ്ട, നല്ല നീർവാർച്ചയുള്ള മണ്ണായതുകൊണ്ടാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്ന ഉടനെ തന്നെ വെള്ളം ഇതിനകത്തേക്ക് ഇറങ്ങിപ്പോകുന്നത്. അതേസമയം ചെടിയുടെ ചുവട്ടിൽ വെള്ളം കെട്ടി നിൽക്കുവാണെങ്കിൽ ചെടി ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇത് നമ്മൾ തലപ്പ് നുള്ളിക്കളഞ്ഞ് മാറ്റി നട്ട് വളർത്തിക്കൊണ്ട് വന്നിരിക്കുന്ന ഒരു മുളകിൻ്റെ ചെടിയാണ്. അപ്പോൾ അത് ചുവട് പിടിച്ചിട്ടുണ്ട്, ചെറിയ തളിരിലകളൊക്കെ വന്നിട്ടുണ്ട്. ഈ അവസരത്തിൽ ഇതിൻ്റെ ചുവട് നമ്മൾ പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് എന്തെങ്കിലും ജൈവവളം, അതിപ്പം ചാണകപ്പൊടിയോ അല്ലെങ്കിൽ കോഴിവളമോ അങ്ങനെ എന്താണോ നമുക്കുള്ളത് അത് നമുക്ക് ചെയ്തു കൊടുക്കാം. അതൊരു 10 ദിവസം ഇടവേളകളിൽ ചെയ്യണേ. അപ്പോൾ എനിക്കിപ്പോൾ ചാണകപ്പൊടി ഇവിടെ തീർന്നിരിക്കുമായതുകൊണ്ട് ഇത് കൂട്ടുവളമാണേ. അപ്പം അതിൻ്റെ ഒരു കുറച്ചെടുത്ത് ഈ ചുറ്റിലും, ചെടിയുടെ തണ്ടയിലൊന്നും മുട്ടരുത്, ചെടിയുടെ തണ്ടയിൽ മുട്ടാതെ ചുറ്റിലും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ മണ്ണിട്ട് കൊടുക്കണം. അതുപോലെ എന്തെങ്കിലും പുത ഇട്ട് കൊടുക്കാനുണ്ടെങ്കിൽ അതും കൂടെ ചെയ്യുന്നത് നല്ലതാണ്. ഭയങ്കരമായ വെയിലും ചൂടുമുള്ള സമയമാണ്. ഇത്രയും ചെറിയ ചെടിയിൽ നിറയെ പൂക്കളും കായ്കളും വരാൻ ഞാൻ ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാനിവിടെ കുറച്ച് വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മുടെ ജൈവ സ്ലറിയുടെ ഇതിനകത്ത് ഒരു കുറച്ച് മാത്രം എടുത്ത് ഇത്രയും വെള്ളത്തിലേക്ക് ഒഴിക്കുവാണേ. ഈ വേനൽക്കാലത്ത് ജൈവ സ്ലറിയൊക്കെ വളരെ നേർപ്പിച്ച് മാത്രമേ ചെടികൾക്ക് കൊടുക്കാവൂ. ഇനി നമുക്കിത് ചെടിയുടെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ? ഇങ്ങനെ നമുക്ക് ജൈവ സ്ലറി കൊടുക്കാം. ഇത് കൂടാതെ ഞാൻ ചെയ്തത് പറയാവേ. അതിന് നമുക്ക് വേണ്ടത് ഇത് പഞ്ചസാരയാണ്. ഇതിൻ്റെ ഒരു സ്പൂണ് പഞ്ചസാര ഞാൻ ഈ പാത്രത്തിനകത്തേക്ക് ഇടുക. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് എന്നാണെന്നറിയോ? ഇത് ഈസ്റ്റാണേ. ഇതുപോലെ ഒരു സ്പൂണ് ഈസ്റ്റ് എടുക്കണം. അപ്പോൾ നമ്മൾ ആ പഞ്ചസാര ഇട്ടതിനകത്തോട്ട് നമുക്ക് ഈസ്റ്റും കൂടെ ചേർക്കാം. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത്, ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം, ഒരു 1 ലിറ്റർ വരെ നമുക്ക് വെള്ളം ഒഴിച്ച് വെക്കാവേ. ഇങ്ങനെ നമ്മൾ വെള്ളം ഒഴിച്ച് ഒരു ഏറ്റവും കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും സൂക്ഷിച്ച് വെക്കണേ. ഇതേപോലെ കണ്ടോ, 1 സ്പൂണ് ഈസ്റ്റും പഞ്ചസാരയും കൂടെ ഞാൻ ഇട്ട് വെച്ചിരുന്നതാണ്. അത് നല്ലോണം പുളിച്ചിട്ട് അതിൻ്റെ പതയൊക്കെ വശങ്ങളിൽ വന്ന് അടിഞ്ഞു കൂടിയിരിക്കുവാണേ. അപ്പോൾ ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് കലക്കിയെടുക്കാം. കണ്ടോ, നല്ല നിറമുള്ളതായിട്ട് വന്നു. ഇങ്ങനെ കലക്കിയെടുത്തതിന് ശേഷം ഇതൊരു 5 ലിറ്റർ വെള്ളത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് കണ്ടോ, ഏകദേശം 5 ലിറ്ററോളം വെള്ളമുണ്ട്. നമ്മൾ അതിനകത്തേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുവാണേ. അത്രയ്ക്ക് നല്ലോണം നേർപ്പിച്ചിട്ട് വേണം നമ്മൾ എടുക്കാൻ. ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിനെ നമുക്ക് ചെടിയുടെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ. കണ്ടോ? ഇത് മുളക് ചെടിക്ക് ആഴ്ച തോറും അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും കൊടുക്കുവാണെങ്കിൽ ചെടിക്ക് നല്ല വളർച്ചയും കിട്ടും, നല്ല കായ്ഫലവും കിട്ടും. ഇത് നമ്മുടെ മുളകിന് മാത്രമല്ല,
ഇതുപോലെ നമുക്ക് തക്കാളിക്കും അതുപോലെ സാലഡ് കുക്കുംബറിനും ഒക്കെ കൊടുക്കുന്നത് നല്ലതാണ്. അപ്പം ചെടിയുടെ വളർച്ചയും കൂട്ടും വിളവും കൂട്ടും. ഈ ചെടിയുടെ വളർച്ചയും വിളവും കൂട്ടുന്നതെന്ന് പറയുന്നത് മണ്ണിലെ സൂക്ഷ്മാണുക്കളുടെ എണ്ണവും പ്രവർത്തനവും കൂട്ടിയിട്ടാണ് ചെടികളുടെ വളർച്ച കൂട്ടുകയും ചെടികളുടെ കായ്ഫലം കൂട്ടുകയും ചെയ്യുന്നത്. ഇതെല്ലാവരും മുളകിന് ചെയ്തു നോക്കണം. കൊടും വേനലാണ്, വേനലും ചൂടും വളരെ കൂടുതലാണ്. ചൂടിൻ്റെ കാഠിന്യം ചെടികൾക്ക് ബാധിക്കാതിരിക്കും ഇത്തരത്തിലുള്ള ജൈവ മാർഗ്ഗങ്ങളൊക്കെ നമ്മൾ സ്വീകരിച്ചാൽ. അപ്പോൾ എല്ലാവരും ഇത് ചെയ്തു നോക്കണം. കാര്യമായ ചിലവൊന്നും ഇല്ലാത്തതാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ എനിക്കൊരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.